everyone, welcome back to my channel. നമ്മൾ RRB NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. 22 മാർച്ചിൻ്റെ തേർഡ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് ഇത്. ഞാനിതിൽ ക്വസ്റ്റ്യൻസും ആൻസറും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതൊരു RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So the first question is, in which year was the Pradhan Mantri Gram Sadak Yojana PMGSY launched? Pradhan Mantri Gram Sadak Yojana launch ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. It was launched in 2000. ഏത് ഇയറിലാണ്? 2000-ലാണ് ഗ്രാം സഡക് യോജന ലോഞ്ച് ചെയ്യുന്നത്. ഡേറ്റ് കൂടി നോക്കിയേ, 25th ഡിസംബർ അല്ലേ, നമുക്ക് ഓർക്കാം. ക്രിസ്മസിൻ്റെ അന്നാണല്ലേ, 25th ഡിസംബറിനാണ് ഗ്രാം സഡക് യോജന ലോഞ്ച് ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെ, അതായത് 25th ഡിസംബർ ഓഫ് 2000 തന്നെ ഒരു യോജനയും കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. ഏതായിരുന്നു? ഇറ്റ് വാസ് അന്ത്യോദയ അന്ന യോജന, AAY. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന സ്കീമും നമ്മൾ ഇതേ ദിവസം തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ വരുന്നത് റോഡ് കണക്ടിവിറ്റി ആണല്ലോ. ടു പ്രൊവൈഡ് റോഡ് കണക്ടിവിറ്റി ടു റൂറൽ ഏരിയാസിലേക്ക് റോഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗ്രാം സഡക് യോജനയിൽ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. അതേസമയം നമുക്ക് നമ്മുടെ അന്ത്യോദയ അന്ന യോജനയുടെ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ഫുഡ് അല്ലേ, ടു പ്രൊവൈഡ് ഫുഡ് ടു ദി പുവർ. നമുക്ക് അന്ന യോജന എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. ടു പ്രൊവൈഡ് ഫുഡ് ടു ദി പുവർ പീപ്പിൾ ആയിരുന്നു ഇത് അന്ത്യോദയ അന്ന യോജനയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Who were the key leaders associated with Lucknow Pact of 1916? ലക്നോ പാക്ട് നമുക്കറിയാം 1916 നടന്ന ഒരു INCയും അതുപോലെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആയിരുന്നു ലക്നോ പാക്ട് എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെയായിരുന്നു? INC റെപ്രസെൻ്റ് ചെയ്ത ബാലഗംഗാധര തിലകും, അതുപോലെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ റെപ്രസെൻ്റ് ചെയ്ത് മുഹമ്മദ് അലി ജിന്നയുമാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയുമാണ് ഈ ഒരു പാക്ടിൻ്റെ, ഈ ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നത്. ഇതൊരു ഹിന്ദു മുസ്ലിം ഏകതയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാക്ട് ആയിരുന്നു കേട്ടോ. ഹിന്ദു മുസ്ലിംസിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പാക്ട് ആയിരുന്നു ലക്നോ പാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ മുഹമ്മദ് അലി ജിന്നെ നോക്കി, ഹീസ് കോൾഡ് ആസ് ദ അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ. എന്നാൽ ഫൗണ്ടർ ഓഫ് പാകിസ്ഥാനും ആരാണ്? ഫൗണ്ടർ ഓഫ് പാകിസ്ഥാനും മുഹമ്മദ് അലി ജിന്ന തന്നെയാണ് ഫൗണ്ടർ ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ബാൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പണിഷ്മെൻറ്റ് ഇൻ സ്കൂൾസ് ത്രൂ GR? GR എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് റെസൊല്യൂഷൻ ആണ് കേട്ടോ. ത്രൂ GR ഓൺ December 15th of 2023. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് സ്കൂൾസിൽ ഫിസിക്കലും അതുപോലെ തന്നെ മെൻ്റൽ പണിഷ്മെൻറ്റും ബാൻ ചെയ്യുന്നത്? മഹാരാഷ്ട്ര ഗവൺമെൻറ് ആണ് കേട്ടോ. മഹാരാഷ്ട്ര ഗവൺമെൻറ് ആണ് 2023 ഇങ്ങനെ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പണിഷ്മെൻറ്റ്സ് എന്താണ് ബാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മിഷൻ സുദർശൻ ചക്ര ഓഫ് 2025 ഈസ് റിലേറ്റഡ് ടു വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രി ആയിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലേ. നമുക്കറിയാം നമ്മുടെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലാണല്ലേ വരുന്നത്, അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. എന്തായിരുന്നു സുദർശൻ ചക്ര? സുദർശൻ ചക്ര എന്ന് പറയുന്നത് നമുക്കൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ലെയർ ഷീൽഡ്. ഓക്കെ, ഒരു എയറിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ലെയർ ഷീൽഡിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് മിഷൻ സുദർശൻ ചക്ര 2025 വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർട്ടിക്കിൾ വാസ് ആഡഡ് ബൈ ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്? 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഏത് ഇയറിലായിരുന്നു? 2011 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. അതിൽ കൂടി ആഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇറ്റ് വാസ് ആർട്ടിക്കിൾ 43B. 43Bയിൽ എന്താ? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഏതിൽ വരുന്നത്? 43Bയിൽ വരുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇതാണ് നമ്മുടെ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ആഡഡ് 9B. ഓക്കെ, പാർട്ട് 9B ആഡ് ചെയ്തതും ഈ ഒരു 97th കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം പാർട്ട് 9 ആഡ് ചെയ്യുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. പാർട്ട് 9ലാണ് ഇത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് പാർട്ട് 9ലും. അതുപോലെ തന്നെ പാർട്ട് 9A വരുന്നത് മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, മുനിസിപ്പാലിറ്റീസും
ദെൻ പാർട്ട് 9B വന്നപ്പോൾ അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമാണ് വന്നത്. ഈ പാർട്ട് 9ഉം അതുപോലെ പാർട്ട് 9Aയും ആഡ് ചെയ്യുന്നത് 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടുകളാണല്ലേ. 73rd 74th വിച്ച് വാസ് ഇൻ 1993 അല്ലെ. 1993 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് പാർട്ട് 9ഉം പാർട്ട് 9A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്യുന്നത്. ആൻഡ് പാർട്ട് 9B വന്നപ്പോൾ അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയി? 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് 2011 വഴിയാണ് നമ്മൾ പാർട്ട് 9Bയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദി മെമ്പർ കൺട്രീസ് ഓഫ് ASEAN. ആസിയൻ്റെ മെമ്പർ കൺട്രീസ് ആണ്. ആസിയന് വേണ്ടി റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ വീഡിയോസും നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ മെമ്പർ ആക്ച്വലി ഇങ്ങനെ ആയിരുന്നല്ലോ ക്വസ്റ്റ്യൻ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏത് കൺട്രിയാണ് മെമ്പർ കൺട്രി അല്ലാത്തത് എന്നായിരുന്നു. ആൻഡ് ദ ആൻസർ വാസ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ASEAൻ്റെ മെമ്പർ കൺട്രി അല്ല കേട്ടോ. നമുക്ക് ബിംസ്റ്റെക്കിലും അതുപോലെ തന്നെ നമ്മുടെ സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷനിലും ഒക്കെ ഏതാണ്? ഇന്ത്യ ഈസ് എ മെമ്പർ കൺട്രി. പക്ഷേ ആസിയനിൽ ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ കൺട്രി ഓഫ് ആസിയൻ കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. നമുക്ക് ആസിയനിലെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തത് ഏത് കൺട്രിയാണ്? ഇറ്റ്സ് ടിമോർ ലെസ്റ്റെ. ഓക്കെ, 2025 ഒക്ടോബർ 2025 ടിമോർ ലെസ്റ്റെ ആസിയനുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഫൗണ്ടിങ് കൺട്രീസ് അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന ഫൗണ്ടിങ് കൺട്രീസ് ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. ഈ 5 കൺട്രീസ് ആയിരുന്നു ഇതിൻ്റെ ഫൗണ്ടിങ് കൺട്രീസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ആസിയൻ റിലേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ വാസ് 1967. ഏത് ഇയറിലാണ്? 1967. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ആസിയാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് 5-year പ്ലാൻ എംഫസൈസ് മെയിൻലി ഓൺ വിച്ച് സെക്ടർ? നമുക്കറിയാം സെക്കൻഡ് 5-year പ്ലാൻ്റെ എയിം തന്നെ എന്തായിരുന്നു? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലേ. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് സെക്കൻഡ് 5-year പ്ലാൻ്റെ എയിം തന്നെ വരുന്നത്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഏത് സെക്ടറായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരുന്നു മെയിനായിട്ടും എംഫസൈസ് ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ PC മഹലനോബിസ് മോഡൽ. സെക്കൻഡ് 5-year പ്ലാന് ഏത് മോഡലാണ്? PC മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5-year പ്ലാൻ 1951 to 56 ഫസ്റ്റ് 5-year പ്ലാൻ ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ഹെറോഡ് ഡോമർ കേട്ടോ, ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, ഏതാണ്? ഹെറോഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത്. അതുപോലെ തേർഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തേർഡ് 5-year പ്ലാൻ അത് ഏത് മോഡലായിരുന്നു? അത് ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി. ആരൊക്കെയായിരുന്നു? ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഏത് വരുന്നത്? തേർഡ് 5-year പ്ലാൻ വരുന്നത് ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നോക്കി വയ്ക്കുക. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ 24th Amendment Act amended which articles of the Constitution? 24th Amendment Act ഇയർ ഏതായിരുന്നു? 24th ഇറ്റ്സ് 1971 കേട്ടോ. 24th Amendment Act വരുന്നത് 1971. അത് ഏതൊക്കെ ആർട്ടിക്കിൾസിനെയായിരുന്നു അമെൻഡ് ചെയ്യുന്നത്? ഇറ്റ് അമെൻഡഡ് ആർട്ടിക്കിൾ 13 ആൻഡ് ആർട്ടിക്കിൾ 368. ഓക്കെ, എപ്പോഴും ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 13ഉം ആർട്ടിക്കിൾ 368ഉം റിലേറ്റഡ് ആണ്. ആൻഡ് അത് രണ്ടും 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി അമെൻഡ് ചെയ്ത ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 13 ആൻഡ് ആർട്ടിക്കിൾ 368. അല്ല, ആർട്ടിക്കിൾ 13 വരുന്നത് നോക്കിയേ. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13 ഡീൽസ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതേസമയം ആർട്ടിക്കിൾ 368 വരുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദി പവർ ആൻഡ് പ്രൊസീജിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകളുടെ പ്രൊസീജിയേഴ്സും അതിൻ്റെ പവേഴ്സും ഒക്കെയാണ് ഇതിൽ. അത് ഡിഫൈൻ ചെയ്യുന്നതാണ് ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 368. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 13 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളുമാണ്. ആർട്ടിക്കിൾ 368 വരുമ്പോൾ പ്രൊസീജിയേഴ്സും പവേഴ്സും ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് കേട്ടോ വരുന്നത്. ആൻഡ് നമുക്ക് നോക്കിയാൽ ഏത് കേസിലാണ് നമ്മൾ സുപ്രീം കോർട്ട് പറഞ്ഞത് പാർലമെൻറ്റ് കനോട്ട് അമെൻമെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന്? പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് പറഞ്ഞത് ഏത് കേസിലായിരുന്നു? ഇറ്റ് വാസ് ഗോലക്നാഥ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഇതായിരുന്നു ഗോലക്നാഥ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിലാണ് പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റൽ സ്ട്രെച്ച് ബിറ്റ്വീൻ മുംബൈ ആൻഡ് ഗോവ? നമുക്കറിയാം മുംബൈ ആൻഡ് ഗോവയുടെ സൈഡിലുള്ള വെസ്റ്റേൺ കോസ്റ്റൽ സ്ട്രെച്ച് ഏതാണ്? ഇറ്റ്സ് കൊങ്കൺ കോസ്റ്റ് അല്ലേ. മുംബൈ ഗോവയുടെ വെസ്റ്റേൺ സൈഡിലുള്ളത് ഏത് കോസ്റ്റ് ആണ്? ഇറ്റ്സ് കൊങ്കൺ കോസ്റ്റ് ആണ്. ഇറ്റ്സ് അബൌട്ട് 720 കിലോമീറ്റേഴ്സ് ലോങ്. ഓക്കെ, 720 കിലോമീറ്റേഴ്സ് ലോങ് ആണ് ഇത് ഈ കൊങ്കൺ കോസ്റ്റ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യൻ എംപയർ ഇസ് മെൻഷൻഡ് ഇൻ വിച്ച് ബുക്ക്? ഇത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതല്ലേ. മൗര്യൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് വരുന്നത് ഏത് ബുക്കിലാണ്? അർത്ഥശാസ്ത്രയിലാണ്. ആരുടെയാണ്? കൗടില്യ അല്ലെങ്കിൽ ചാണക്യ അല്ലെങ്കിൽ വിഷ്ണു ഗുപ്തയുടെ അർത്ഥശാസ്ത്രയിലാണ് ഏത് മൗര്യൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആരായിരുന്നു ഈ കൗടില്യ, ചാണക്യ എന്നൊക്കെ പറയുന്നത്? ഹി വാസ് ദ ചീഫ് അഡ്വൈസർ അല്ലെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഓക്കെ, മൗര്യൻ എംപയറിന്റെ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഒരു ചീഫ് അഡ്വൈസർ ആയിരുന്നു ആര്? കൗടില്യ അല്ലെങ്കിൽ ചാണക്യ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പണിനി എഴുതുന്നതായിരുന്നു. പണിനി വാസ് റിട്ടൺ ബൈ അഷ്ടധ്യായി അല്ലേ. അഷ്ടധ്യായിയാണ് പണിനി എഴുതുന്നത്. ആരാണ്? അഷ്ടധ്യായിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആരുടെയാണ്? അർത്ഥശാസ്ത്ര വരുമ്പോൾ അത് കൗടില്യന്റെ അർത്ഥശാസ്ത്രയാണ്. Okay, so the next question നോക്കിയേ. Who appoints the chairman and members of the State Public Service Commission? നമ്മുടെ PSCയുടെ ചെയർമാനെയും അതുപോലെ തന്നെ എൻ്റെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റിന്റെ ഗവർണറാണ് PSC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് ആർട്ടിക്കിൾ 316 മെൻഷൻ ചെയ്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. PSC വരുന്നത് ആർട്ടിക്കിൾ 315 ടു ആർട്ടിക്കിൾ 323 ഇത് വരുന്നത്. PSC റിലേറ്റ് ചെയ്ത് വരുന്നത് 315 ടു ആർട്ടിക്കിൾ 323 ആണ്. അതിൽ 316 ആർട്ടിക്കിളിലാണ് അപ്പോയിൻമെന്റ്. ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആണ് ചെയർമാനും മെമ്പേഴ്സ് ഓഫ് PSC അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 316 ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇവരുടെ റിമൂവൽ വരുമ്പോൾ ആരാണ് റിമൂവ് ചെയ്യുന്നത്? ബൈ പ്രസിഡന്റ്. അത് ഗവർണർ അല്ല കേട്ടോ. മെമ്പേഴ്സ് ആയാലും ചെയർമാൻ ആയാലും അതിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ് വരുന്നത്, ഗവർണറിന് അല്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. രഞ്ജി ട്രോഫി വാസ് ഫസ്റ്റ് പ്ലേഡ് ഇൻ വിച്ച് ഇയർ? ഏത് ഇയറിലാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ രഞ്ജി ട്രോഫി കളിക്കുന്നത്? രഞ്ജി ട്രോഫി ഏത് ഗെയിമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? ക്രിക്കറ്റ് അല്ലേ. ഏത് ഗെയിമാണ്? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് രഞ്ജി ട്രോഫി വരുന്നത്. നമ്മൾ ഫസ്റ്റ് കളിക്കുന്നത് 1934 കേട്ടോ. ഫസ്റ്റ് നമ്മൾ പ്ലേ ചെയ്യുന്നത് 1934-35 ഇയറിലാണ് നമ്മൾ രഞ്ജി ട്രോഫി ഫസ്റ്റ് ടൈം കളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ രഞ്ജി വരുന്നത് എവിടെ നിന്നാണ്? രഞ്ജിത്ത് സിൻജി എന്നാണല്ലോ. ഇത് ഫാദർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് സിൻജി അല്ലെങ്കിൽ രഞ്ജി ഈസ് ഓൾസോ നോൺ ആസ് രഞ്ജി എന്നറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്നാണ് എന്ത് രഞ്ജി ട്രോഫി എന്ന പേര്. ഫാദർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് അപ്പോൾ ആരാണ്? ഇറ്റ്സ് രഞ്ജിത്ത് സിൻജി ആണ്. ഓക്കെ, ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രീമിയർ ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ടൂർണമെന്റ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആദ്യത്തേത് ഏതായിരുന്നു? ഇറ്റ്സ് രഞ്ജി ട്രോഫി. ആൻഡ് ഓൾസോ ഇത് കളിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സ് തമ്മിലായിരുന്നു? ബോംബെ ആൻഡ് മദ്രാസ്. ഏതൊക്കെ സ്റ്റേറ്റാണ്? ബോംബെയും മദ്രാസുമാണ് ഫസ്റ്റ് രഞ്ജി ട്രോഫി കളിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ? ഓക്കെ, ആസ് പെർ 2011 സെൻസസ് ഏത് യൂണിയൻ ടെറിട്ടറിക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിനായിരുന്നു ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നത്? നമുക്കറിയാം സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ കേരളയാണ്. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ആണ് കേട്ടോ. കേരളയും ലക്ഷദ്വീപിനുമാണ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് വരുന്നത്. അതിൽ കേരളയുടെ നോക്കിക്കേ, കേരളയ്ക്ക് എത്ര പെർസെൻറ്റേജ് ആണ്? 93.91%. നമ്മളെപ്പോഴും 100% പറയും, പക്ഷെ അങ്ങനെയല്ല. എത്രയാണ്? 93.91% ആണ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അല്ല, ലക്ഷദ്വീപിനാണെങ്കിൽ കുറച്ചുകൂടി കുറവാണ്, 92.28. ഓക്കെ, 92.28% ആണ് ലക്ഷദ്വീപിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലോവസ്റ്റ് ഏതൊക്കെയാണ്? ലോവസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ബീഹാറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂണിയൻ ടെറിട്ടറിയിലോട്ട് വരുമ്പോൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലി അല്ലേ. ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും അതുപോലെ ബീഹാറാണ് സ്റ്റേറ്റ് വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ലിറ്ററസി റേറ്റ് എത്ര ഇയേഴ്സ് തൊട്ടാണ്? 7 ഇയേഴ്സ്. ഓക്കെ, 7 ഇയേഴ്സ് ആൻഡ് എബോവ് തൊട്ടുള്ള ആൾക്കാരുടെ അവരുടെ ടു റൈറ്റ് ആൻഡ് റീഡ് ആണ് ഇത്
ലിറ്ററസിയിൽ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് ഇയർ ആണ്? എബവ് 7. ഓക്കെ, 7 ഇയേഴ്സിന് എബവ് ആയിട്ടുള്ളവരാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ തേർഡ് ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വാസ് കണ്ടക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ എവിടെയാണ് കണ്ടക്ട് ചെയ്തതെന്നാണ്. നമ്മുടെ തേർഡ് ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ നമ്മൾ 2026 കേട്ടോ നടന്നത്. 2026 യെസ്, ജനുവരി 9th to 10th ഓഫ് ജാനുവരി, 9 to 10 ജാനുവരിയിലാണ് ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ നടന്നത് ഈ വർഷം. അത് വിശാഖപട്ടണത്തായിരുന്നു കേട്ടോ. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് തേർഡ് ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എൻ്റെ അത് ഏത് വെന്യൂ നോക്കിക്കേ. വെന്യൂ വാസ് MGM പാർക്ക് ഓഫ് വിശാഖപട്ടണം. എവിടെയാണ്? വിശാഖപട്ടണത്തിൻ്റെ MGM പാർക്കിൽ വെച്ചാണ് ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ നടന്നത്. ആൻഡ് ഇത് തേർഡ് ആയിരുന്നു. നമുക്ക് 2023 നമ്മുടെ ഫസ്റ്റ് വന്നത് കേട്ടോ. അത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് വാസ് ഇൻ ഗോവ ആൻഡ് 2024 സെക്കൻഡ്. അത് ഒഡീഷയിൽ വെച്ചായിരുന്നു കേട്ടോ. 2024 സെക്കൻഡിലായിരുന്നു ഒഡീഷയിൽ വെച്ചും ഗോവയിൽ വെച്ചും ആൻഡ് ദെൻ ആന്ധ്രാപ്രദേശ് ഓഫ് വിശാഖപട്ടണത്തെ MGM പാർക്കിൽ വെച്ചാണ് 2026 ഇത് നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. What happens when an Indian citizen voluntarily acquires foreign citizenship? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ RTD. 3 വേസ് ആണല്ലേ ഇത്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാകുന്ന 3 രീതികളാണ്. ഒന്ന് റിനൗൺസിയേഷൻ, ദെൻ ടെർമിനേഷൻ ആൻഡ് ഡിപ്രിവിയേഷൻ ആണ്. ഇതിൽ റിനൗൺസിയേഷൻ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതാണ്. ടെർമിനേഷൻ ആണ് ഈ ഒരു ഇതിലൊക്കെ വരുന്നത്. അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ഒരു ഫോറിൻ സിറ്റിസൺഷിപ്പ്, നമുക്കിവിടെ ഡുവൽ സിറ്റിസൺഷിപ്പ് നമ്മൾ അംഗീകരിക്കില്ല അല്ലേ. വി ഡോണ്ട് ഹാവ് എ ഡുവൽ സിറ്റിസൺഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിറ്റിസൺസ് ഒരു ഫോറിൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടും അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1995. 1995 സിറ്റിസൺഷിപ്പ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. യെസ്, ഇന്ത്യ ഡസ് നോട്ട് അലോ ഡുവൽ സിറ്റിസൺഷിപ്പ്. ഇന്ത്യ ഡുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്നില്ല. 3 വേസ് ഓർമ്മയുണ്ടല്ലോ, RTDs. ആൻഡ് ഡിപ്രിവിയേഷൻ എന്തായിരുന്നു? നമ്മൾ എഗെയിൻസ്റ്റ് ഗവൺമെന്റിനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ഡിപ്രൈവ് ചെയ്യും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ ഡിഡ് ബാലഗംഗാധര തിലക് ഗെറ്റ് ഇംപ്രിസൺഡ് ഇൻ മാൻഡലെ ഫോർ സെഡിഷൻ? ബാലഗംഗാധര തിലക് മാൻഡലെ ജയിൽ. ഓക്കെ, മാൻഡലെ ജയിൽ എവിടെ? ബർമയിലാണ്. ബർമ ഇന്നത്തെ എവിടെയാണ്? മ്യാൻമർ അല്ലേ. ഇന്നത്തെ മ്യാൻമർ ആണ് പണ്ടത്തെ ബർമ എന്ന് പറയുന്നത്. അപ്പം മാൻഡലെ ജയിലിൽ ബാലഗംഗാധര തിലകിന് 6 വർഷം 6 ഇയർ ഇംപ്രിസൺമെന്റ് കൊടുത്തത് എന്തിനായിരുന്നു? ആക്ച്വലി നമ്മുടെ കേസരി ന്യൂസ് പേപ്പർ, ബാലഗംഗാധര തിലകിന്റെ ന്യൂസ് പേപ്പറാണ് കേസരി എന്ന് പറയുന്നത്. അതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായിട്ട് എഴുതുകയുണ്ടായി അല്ലേ ബാലഗംഗാധര തിലക്. അപ്പൊ അതിന്റെ കാരണത്തിലാണ് ഈ ഒരു 6 ഇയർ ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നത്. അത് ഏത് ഇയറിലായിരുന്നു? 1908 ബാലഗംഗാധര തിലകിന് 1908 മാൻഡലെ ജയിലിൽ ഈ ഒരു ഇംപ്രിസൺമെന്റ് കിട്ടുന്നത്. ബാലഗംഗാധര തിലകിന്റെ മറ്റൊരു ന്യൂസ് പേപ്പറാണ് ഇത് മഹാറട്ടയും അതുപോലെ കേസരിയാണ് ഉണ്ടായിരുന്നത്. അത് കേസരി മറാത്തി ലാംഗ്വേജിലായിരുന്നു കേട്ടോ. കേസരി മറാത്തി ലാംഗ്വേജിലും അതുപോലെ മഹാറട്ട ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആയിരുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദവൻഡേ ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓക്കെ, ദവൻഡേ ഇൻസ്ട്രുമെന്റ് ഏത് സ്റ്റേറ്റിനാണ്? ഏത് സ്റ്റേറ്റിൻ്റെയാണ് ദവൻഡേ? ഇറ്റ് ബിലോങ്സ് ടു തമിഴ്നാടു. ഏത് സ്റ്റേറ്റിൻ്റെയാണ്? തമിഴ്നാടുവിൻ്റെയാണ് ദവൻഡേ സ്റ്റേറ്റ് വരുന്നത്. ഇതൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ ടെമ്പിൾ. ഓക്കെ, ഇതൊരു റിലീജിയസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ടെമ്പിളിനും ഫോക്ക് പെർഫോമൻസിനും ഒക്കെയാണ് ദവൻഡേ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ മറ്റു കുറച്ച് ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു തവിൽ, നാദസ്വരം ഒക്കെ തമിഴ്നാടിന്റെ ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് ആണല്ലേ. അതിൽ നമുക്ക് കേരളത്തിന്റെ ഏതൊക്കെയാണ്? കേരളത്തിന്റെ നമുക്കറിയാം പഞ്ചവാദ്യങ്ങൾ, നമ്മുടെ പഞ്ചവാദ്യങ്ങളാണ്. ഏതൊക്കെയായിരുന്നു ആ പഞ്ചവാദ്യങ്ങൾ? ചെണ്ട, മദ്ദളം, എടയ്ക്ക, എലത്താളം ആൻഡ് കൊമ്പ് അല്ലേ. ചെണ്ട, മദ്ദളം, എടയ്ക്ക, എലത്താളം, കൊമ്പ്, ഇത് 5 ആയിരുന്നു നമ്മുടെ ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പഞ്ചവാദ്യങ്ങൾ. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മദ്ദളം നോക്കി വയ്ക്കണം കേട്ടോ. കാര്യം മദ്ദളം നമുക്ക് നമ്മുടെ ഏതിനാ യൂസ് ചെയ്യുന്നത്? കഥകളിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. മദ്ദളം കഥകളിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കഥകളി ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുമല്ലേ. അപ്പം മദ്ദളം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് എ ട്രിബ്യൂട്ടറി? ഓക്കെ, ട്രിബ്യൂട്ടറി നമുക്കറിയാം എന്താണ്? എ റിവർ ഒരു സ്ട്രീം ദാറ്റ് ഫ്ലോസ് ഇൻ ടു എ ലാർജർ റിവർ. ഒരു ലാർജർ റിവറിലോട്ട് വന്നു ചേരുന്ന റിവേഴ്സിനെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്.
എന്നാൽ ഒരു ലാർജർ റിവറിൽ നിന്നും അകന്നു പോകുന്നതിന് നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നാണ് കേട്ടോ. ഇതിനെ നമ്മൾ എന്താ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നും വന്നു ചേരുന്നതിന് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഗംഗയുടെ കാര്യം നോക്കാം. ഇപ്പോൾ ഗംഗ റിവറിനാണ് ഇവിടെ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് ഉള്ളത് ഗംഗ റിവറിനാണല്ലേ. ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് ഗംഗ റിവറിനാണ് വരുന്നത്. അതിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് ബാങ്ക്. ഓക്കെ, ഒന്ന് ഏതാണ് റൈറ്റ് ബാങ്കും മറ്റൊന്ന് ലെഫ്റ്റ് ബാങ്ക് റിവേഴ്സുമാണ്. ഇപ്പം ട്രിബ്യൂട്ടറീസ് ആണ്. അപ്പം റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നതാണ് നമ്മുടെ യമുന, സണ്ണ്, ദാമോദർ ഒക്കെ നമ്മുടെ റൈറ്റ് ബാങ്ക് ആണ്. അതേസമയം ലെഫ്റ്റ് ബാങ്കിൽ വരുന്നതാണ് ഇത് ഘാഗ്ര അല്ലെ. ഘാഗ്ര, കോസി, ഗന്ധക്ക്, ഇതൊക്കെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗയാണ് കേട്ടോ. ആൻഡ് ഇതിൽ യമുനയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ എന്ന് പറയുന്നത് യമുനയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഈസ് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ്? ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ടൈഗർ റിസർവ്സ്. ഓക്കെ, ടൈഗർ റിസർവ്സിനാണ് ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആനമലയിലാണ്. അതുകൊണ്ട് തന്നെ ആനമലൈ ടൈഗർ റിസർവ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ കോപ്പി ഇൻ എ കമ്പ്യൂട്ടർ? കോപ്പി നമുക്കറിയാം Ctrl+C ആണ് കോപ്പി. ദെൻ V ആണ് Ctrl+V ആണ് കോപ്പി. കഴിഞ്ഞാൽ പേസ്റ്റ് വരുന്ന Ctrl+Vയും കട്ട് വരുന്ന ഏതാണ്? കട്ട് ചെയ്തു Ctrl+Xലും ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. The first Indian woman to win an Olympic medal in badminton. ഓക്കെ, ബാഡ്മിൻ്റണിൽ വിന്ന് ചെയ്ത ഫസ്റ്റ് ഒളിമ്പിക് മെഡൽ ആരായിരുന്നു? സൈന നെഹ്വാൾ ആണല്ലേ. സൈന നെഹ്വാൾ ബ്രോൺസ് മെഡൽ ആയിരുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് സൈന നെഹ്വാൾ ബ്രോൺസ് മെഡൽ വാങ്ങുന്നത് കേട്ടോ. അതേസമയം നമുക്ക് ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരായിരിക്കും? ഇറ്റ്സ് കർണം മല്ലേശ്വരി. ഓക്കെ, കർണം മല്ലേശ്വരിയാണ് ദ ഫസ്റ്റ് വിമൻ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ. പക്ഷെ അത് ഏതിലായിരുന്നു? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. വെയിറ്റ് ലിഫ്റ്റിംഗിലാണ് കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ വാങ്ങുന്നത്. അതും ബ്രോൺസ് തന്നെയായിരുന്നു. അതും ബ്രോൺസ് മെഡൽ തന്നെയായിരുന്നു കർണം മല്ലേശ്വരി വെയിറ്റ് ലിഫ്റ്റിംഗിൽ ദ ഫസ്റ്റ് വിമൻ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ. ദെൻ നോക്കിയേ, ബാഡ്മിൻ്റനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വിമൻ ആരായിരുന്നു? PV സിന്ധു ആണല്ലേ. ഷി വൺ എ സിൽവർ മെഡൽ ഇൻ 2016 റിയോ ഒളിമ്പിക്സിലെ സിൽവർ മെഡലും 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ബ്രോൺസ് മെഡലും PV സിന്ധു സ്വന്തമാക്കി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ മെമ്പർ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ പീപ്പിളിൻ്റെ മെമ്പർ ആവാനായിട്ട് എത്രയാണ് മിനിമം ഏജ് വരുന്നത്? 25 ഇയേഴ്സ്. എത്രയാണ്? 25 ഇയേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് അണ്ടർ ആർട്ടിക്കിൾ 84 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 84ലാണ് ദ മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേസമയം രാജ്യസഭയിലാണെങ്കിൽ മിനിമം ഏജ് കുറച്ചുകൂടി കൂടുന്നുണ്ടല്ലേ. 30 ഇയേഴ്സ് ആണ്. രാജ്യസഭ വന്നപ്പോൾ അത് 30 ഇയേഴ്സ് ആയി. ആൻഡ് പ്രസിഡന്റ് ആവാനായിട്ടുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ്. പ്രസിഡന്റ് ആവാനുള്ള മിനിമം ഏജ് 35 ഇയേഴ്സ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ വെർ ദ തമിഴ് ആൻഡ് കന്നഡ ഒഫീഷ്യലി ഡിക്ലെയർഡ് ആസ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ? ഓക്കെ, ക്ലാസിക്കൽ ലാംഗ്വേജ് നമുക്ക് ടോട്ടലി ഇപ്പം 11 ക്ലാസിക്കൽ ലാംഗ്വേജ് ആണല്ലേ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തതായിരുന്നു ഏത്? തമിഴ്. ഓക്കെ, തമിഴ് ഇൻ 2004ലാണ് തമിഴ് ഡിക്ലെയർ ചെയ്യുന്നത് ആസ് എ ക്ലാസിക്കൽ ലാംഗ്വേജ്. അതാണ് ദ ഫസ്റ്റ് ഡിക്ലെയർഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് തമിഴ് എന്ന് പറയുന്നത്. ദെൻ കന്നഡ വരുമ്പോൾ 2008ലാണ് കേട്ടോ. കന്നഡ 2008ലാണ്. ആൻഡ് മലയാളം വരുന്നത് 2013 ആണ് കേട്ടോ. മലയാളം ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. 11 ലാംഗ്വേജസിലാണ് മലയാളം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത് 2013ലാണ് കേട്ടോ. ആൻഡ് അടുത്തായിട്ട് അതായത് നമ്മുടെ 2024 ഒക്ടോബർ. ഓക്കെ, ഒക്ടോബർ 2024 നമ്മളൊരു 5 ലാംഗ്വേജസ്, ഓക്കെ 5 ലാംഗ്വേജ് ക്ലാസിക്കൽ ലാംഗ്വേജിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അത് 5 ഏതാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അത് നമുക്കൊരു കോഡിൽ ഓർത്ത് വെക്കാം കേട്ടോ. എന്താണ് ഈ ഒരു 5 ലാംഗ്വേജസ്? MBA എടുത്തു. ആരൊക്കെ? പാലിയും പ്രകൃതിയും. ഓക്കെ, പാലിയും പ്രകൃതിയും. MBA എടുത്തു. MBA മീൻസ് മറാത്തി, ബംഗാളി ആൻഡ് ആസാമി.
ഓക്കെ, മറാത്തി, ബംഗാളി ആൻഡ് ആസാമീസ് ഈ 3 ലാംഗ്വേജസ് ആയിരുന്നു നമ്മൾ ഈ അടുത്ത് 2024 ഒക്ടോബറിൽ നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, മറാത്തി, ബംഗാളി ആൻഡ് ആസാമി, ദെൻ പാലി ആൻഡ് പ്രകൃതി, ഈ 5 ലാംഗ്വേജസ് ആയിരുന്നു കേട്ടോ. അപ്പം MBA എടുക്കുന്നു ആരൊക്കെ? പാലിയും പ്രകൃതം. ഓക്കെ, പാലി ആൻഡ് പ്രകൃത MBA എടുക്കുന്നതാണ് ഏത് 5 ലാംഗ്വേജസ് 2025 നമ്മൾ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്